ഹായ് ഫ്രണ്ട്സ്, ഫാമടെക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ മനു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ വരാൻ പോകുന്ന ഈ ഓണക്കാലത്ത് നമുക്ക് വലിയൊരു വിപണി നമ്മുടെ മുന്നിലുണ്ട്. ഓണം എന്ന് പറയുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്ന ഒരു സംഭവം കൂടിയാണ്. എന്താ പറയുക, മലയാളികളുടെ ദേശീയ ഉത്സവം ആണ് ശരിക്കും ഓണം. ഈ ഒരു ഓണത്തിന് നല്ലൊരു ബിസിനസ് സാധ്യത ഉള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. അത്തം മുതൽ 10 ദിവസം തിരുവോണം വരെ പൂവിടാൻ വേണ്ടിയിട്ടുള്ള പൂവ് ഇന്ന് നമ്മുടെ നാട്ടിലെത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ കർണാടക ഇത്തരം സംസ്ഥാനങ്ങൾ ബേസ് ചെയ്തിട്ടാണ്. നാട്ടിൽ ചുരുങ്ങിയ അളവിൽ മാത്രമാണ് പൂക്കൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊരു വലിയ ബിസിനസ് സാധ്യതയാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും വരെ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂക്കൾ ഉപയോഗിച്ചാണ് നമ്മൾ പൂക്കളം തീർക്കുന്നത്. നമ്മൾ മലയാളികൾ ഈ ഒരു 10 ദിവസം എത്ര പൈസയാണ് പൂവ് വാങ്ങാൻ വേണ്ടിയിട്ട് ചിലവാക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കൃഷി ചെയ്തുണ്ടാക്കിക്കൂടാ? അല്ലെങ്കിൽ ഗ്രോ ബാഗ് കൃഷി വീട്ടിലൊക്കെ ചെറിയ ചെറിയ പോട്ടുകളിലൊക്കെ വെച്ചിട്ട് ചെയ്തുകൂടാ? എന്നാൽ എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം സാധ്യമാണ്. കാരണം നമ്മളൊക്കെ എല്ലാവരും ഫോണിൽ ഒരുപാട് സമയം ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കുറച്ച് സമയം മാറ്റി വെച്ചാൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളിലൊക്കെ നമുക്ക് സാധ്യതകളുണ്ട്. ഇതെല്ലാം നമുക്ക് കണ്ടെത്താം. ഞാൻ വലിയ ബിസിനസ് ചെയ്യണമെന്നൊന്നുമല്ല പറയുന്നത്. ചെറിയ രീതിയിൽ കുറച്ച് ചെടികൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പൂക്കൾ നമുക്കാവും. അതിലുപരി നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് സെയിൽ നടത്താനുള്ള പൂക്കൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. കുറച്ച് ചെടികൾ വെച്ചാൽ തന്നെ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നമ്മുടെ മുന്നിൽ ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ നമുക്കൊക്കെ ഇറങ്ങാൻ മടി, അല്ലെങ്കിൽ പേടി, ഭയം, മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഞാനിത് ചെയ്താൽ എന്ത് വിചാരിക്കും എന്നുള്ള പേടി കൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഒന്നും ചെയ്യാതിരിക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ള കാര്യം മാത്രമല്ല, നമുക്കതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചെടുക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ ഈ ഒരു പൂക്കൃഷി പറഞ്ഞില്ലേ, ഈ ഒരു ഓണം വിപണി കണ്ടിട്ട് കുറച്ച് ചെടികളെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ഓണത്തിന് വേണ്ടി കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു പ്ലാനിൽ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് കുറേ പൂക്കൾ ഉണ്ടാക്കിയെടുത്ത് അത് നമ്മൾ കുറച്ച് പേർക്ക് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. ഇതൊന്നും പുറത്തുനിന്ന് കിട്ടില്ല, നമുക്ക് പറയാനേ പറ്റൂ. പക്ഷെ അത് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുമ്പോഴൊരു ഫീലുണ്ട്. ഈ ഒരു കാര്യമാണ് എല്ലാ ബിസിനസ്സിൻ്റെ അടിത്തറ. നമ്മൾ ചെയ്തിട്ട് അതിന് സെയിൽ നടത്തി അതിൽ നിന്ന് പൈസ നമ്മുടെ കൈ കിട്ടുമ്പോഴുള്ളൊരു ഫീലുണ്ടല്ലോ, ഇതാണ് എല്ലാ ബിസിനസ്സിൻ്റെ അടിസ്ഥാനം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായി തുടങ്ങണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഈ ഫാമിംഗ് പരമായിട്ടുള്ള രീതിയാണ്. പിന്നെ ഈ ഒരു ഓണത്തിന് ഒരു അവസരമുണ്ട്. അപ്പോൾ അത് സാധിക്കുമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക. നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകത്ത് കാണുന്ന ഇന്നത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ബ്രാൻഡുകൾ തുടങ്ങിയിട്ടുള്ളത് വളരെ ചെറിയ പ്രൊഡക്റ്റുകളിൽ കൂടിയാണ്. അപ്പോൾ ഇന്ന് അവർ എത്തി നിൽക്കുന്നത് എവിടെയാണ്? അപ്പോൾ ബിസിനസ്സാണ് പല കമ്പനികളും തുടങ്ങിയ പ്രൊഡക്റ്റിലല്ല ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതിനെക്കുറിച്ച് പഠിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ മനു, സൈനിങ് ഔട്ട്.